കുറ്റബോധം എന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വിഷമമല്ലേ. അതിനെ പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ നമ്മൾ ഇത് ആരോടെങ്കിലും പറയുക, വിശ്വസ്തരായ ആരോടെങ്കിലും പറയുക. ചിലപ്പോൾ അവരും ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കിടന്നിട്ട് രക്ഷപ്പെട്ടു പോകുന്നവരായിരിക്കും. അവർക്കപ്പോൾ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ സാധിക്കും. ഇല്ല എങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കോ അവരുടെ ദുരിതങ്ങൾ കേൾക്കുകയോ അവരുടെ കഷ്ടപ്പാടുകൾ അവരെ സഹായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദുരിതങ്ങൾ മാറും. അല്ലെങ്കിൽ നമ്മുടെ ആരോടാണോ നമുക്ക് കുറ്റബോധമുള്ളത് അവരോട് ക്ഷമ ചോദിക്കുക. ഇനി ക്ഷമ ചോദിക്കാൻ പറ്റുകയില്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മൾ ക്ഷമ ചോദിക്കുക. നീ വിട്ട് കളഞ്ഞേരെ, നിനക്കിനി സാധിക്കും, നിനക്ക് മുന്നോട്ട് പോ, ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കണ്ട എന്ന് നമ്മളെ തന്നെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല യാത്രകൾ ചെയ്യുക. ഇതൊക്കെ കുറ്റബോധം കുറയാൻ സഹായിക്കും. അല്ലാതെ കുറ്റബോധത്തിൽ എപ്പോഴും കിടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ പണ്ട് കാലം തൊട്ട് ബാല്യം, കൗമാരം, യൗവനം, ഈ കാലഘട്ടത്തിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ വിഷമങ്ങളാണ് നമ്മൾ ഈ കുറ്റബോധമായിട്ട് കിടക്കുന്നത്. അതായത് നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലാതിരിക്കുക, ഒരാളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് സഹായിക്കാതിരിക്കുക, ഒരാളെ ഇപ്പോഴത്തെ പിള്ളേർ പറയുമ്പോൾ തേച്ചിട്ട് പോരുക, അല്ലെങ്കിൽ ആരോടെങ്കിലും മോശമായിട്ട് പെരുമാറുക, ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധമായിട്ട് കിടക്കുന്നത്. അതിനെ നമ്മൾ ഹീല് ചെയ്യുക. അതായത് നമ്മൾ അതിനെ ഒന്നെങ്കിൽ പറഞ്ഞ് ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് മാപ്പ് ചോദിച്ച് ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരെ സഹായിച്ചോ എന്തെങ്കിലും, അപ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷമുണ്ട്. അതെൻ്റെ പോയി, എൻ്റെ വിഷമം പോയി എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. ഉറപ്പായ കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൊല്യൂഷൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അപ്പം തന്നെ നമ്മൾക്കൊരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ കിട്ടും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു സന്തോഷവും സമാധാനവും കിട്ടിയില്ല. ശരിയാണോ ഞാനീ പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇങ്ങനെയൊക്കെ ചെയ്ത് മനസ്സിനെ സന്തോഷമാക്കി വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുക.